ഹലോ നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. ഒരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ നാളെ. അതായത് അലീന അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ കൃഷ്ണമോളുടെ കൂടെ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ വൈജ സമ്മതിച്ചില്ലല്ലോ. അപ്പോൾ വൈജയോട് കൃഷ്ണമോൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് അലീന ചേച്ചിയെ പേടിയാണോ എന്ന്. അതൊരു ശരിക്കും കുറിക്ക് കൊള്ളുന്നൊരു ചോദ്യം തന്നെയായിരുന്നു. അത് മാത്രമല്ല, ഇന്നത്തെ എപ്പിസോഡിൽ അലീന പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. പിഴച്ച് പ്രസവിക്കുന്നത് സംസ്കാരമില്ലായ്മയാണെന്ന് മാഡത്തിന് അറിയാം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണല്ലോ. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മാഡം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എന്ന് പറയണം. അത്രമാത്രം പറയുന്നേ ഉള്ളൂ. പക്ഷേ വൈജ അലീനയുടെ ആ സംസാരത്തിലാകെ പതറിപ്പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ്. പിന്നെ അതുമാത്രമല്ല, അലീനയോടുള്ള ഭയങ്കര ദേഷ്യം ഒക്കെ കൊണ്ടാണ്. അങ്ങനെ കൃഷ്ണ ബബിതയോട് ചോദിക്കുമ്പോൾ ഒന്ന് നമുക്ക് അച്ഛനെ കാണാൻ പോകാമെന്ന് ചോദിക്കുമ്പോൾ ബബിത കൂട്ടാക്കുന്നില്ല. കാരണം വീട്ടിൽ അച്ഛനില്ല, അമ്മയില്ല. ബബിതയ്ക്ക് തോന്നിയ പോലെ എന്തും ചെയ്യാം. ചോദ്യം ചെയ്യാനാണെങ്കിലും മുത്തശ്ശി അവിടെ കിടപ്പല്ലേ, മുത്തശ്ശി ഒന്നും ചോദിക്കത്തില്ല. പിന്നെ അലീനയല്ലേ, അലീന ആരാ, ഇവിടുത്തെ സെർവൻ്റ് അല്ലേ. അപ്പോൾ അത് കാരണം കോളേജൊക്കെ കട്ടാക്കിയിട്ട് വീട്ടിലിരിക്കുകയാണ്. അങ്ങനെ കൃഷ്ണയെ കൂട്ടിയിട്ട് മനു ആണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അങ്ങനെ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ആരെയെങ്കിലും കാണണോ, രണ്ടുപേര് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഭാര്യയും മകളുമാണെന്ന് പറയാണ്. ഭാര്യയെ പിന്നെ കണ്ടോളാം, മകളെ മാത്രം കയറ്റി വിട്ടാൽ മതി എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ സമയത്ത്. അങ്ങനെ മനു വന്നിട്ട് കൃഷ്ണമോളെ കൂട്ടിയിട്ട് പോവുകയാണ്. കൃഷ്ണമോൾക്ക് മാത്രമേ ഇപ്പോൾ അനുവാദമുള്ളൂ, ആൻറ്റിക്ക് ഇപ്പോൾ അനുവാദമില്ല, ആൻറ്റി വെയിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അപ്പോൾ എന്നെ കാണുന്നതാണ് ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കുകയാണ് വൈജ. കൃഷ്ണമോൾ വാ എന്ന് പറഞ്ഞിട്ട് മനു കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. വൈജയ്ക്കാണെങ്കിൽ അടി കിട്ടിയതുപോലെയാണ്. കഴിഞ്ഞ ദിവസം ഒന്നും കാണാനായിട്ട് ബാലചന്ദ്രൻ സമ്മതിച്ചില്ല. എപ്പോഴാണെങ്കിലും കാണാൻ കൂട്ടാക്കുന്നില്ല. മക്കളെ കാണാം, മനുവിനെ കാണാം, പക്ഷേ എന്നെ മാത്രം കാണണ്ട. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാവുന്നില്ല. വൈജ ആകെ അങ്കലാപ്പിലാണ്. എന്തായിരിക്കാം ബാലചന്ദ്രൻ്റെ മനസ്സിൽ എന്നറിയാത്തത് കൊണ്ട്. അങ്ങനെ മനു കൃഷ്ണയെ കൂട്ടിയിട്ട് ICUലേക്ക് പോകുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, മോള് മാത്രം വന്നാൽ മതി എന്ന് പറയാണ്. അങ്ങനെ കൃഷ്ണമോൾ അകത്തേക്ക് കയറി പോവുക കേട്ടോ. മനു പുറത്തേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ മനു വരുമ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, അല്ല മനു, എന്താണ് ബാലചന്ദ്രൻ്റെ പ്രശ്നം? എന്നെ കാണണ്ട എന്ന് പറയാനും മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്ന് ചോദിക്കുകയാണ്. അത് എനിക്കറിയത്തില്ലല്ലോ ആൻറ്റി, ആൻറ്റിക്കും അങ്കിളിനും അറിയത്തില്ലേ ഉള്ളൂ നിങ്ങളുടെ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന്. ഞാൻ എങ്ങനെ പറയാനാ എന്ന് ചോദിക്കുകയാണ്. ഒരു പ്രശ്നവും ഇല്ല മനു, ഞങ്ങൾ ഒരു പ്രശ്നത്തിലും ആയിരുന്നില്ല, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ബാലചന്ദ്രൻ വീട്ടിൽ നിന്ന് പോകുന്നത് വരെ. പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും തുറന്ന് പറഞ്ഞാലല്ലേ അതിൻ്റെ കാര്യം അറിയാൻ പറ്റുള്ളൂ. ബാലചന്ദ്രനാണെങ്കിൽ എന്നെ കാണാനും കൂട്ടാക്കുന്നില്ല. അപ്പോൾ വൈജ ഇങ്ങനെ കിടന്ന് തിളക്കിയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, ആൻറ്റിയുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെയായിരിക്കും അങ്കിള് കാണണ്ടെന്ന് പറയുന്നത്. നീ എന്താ മനു ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുകയാണ് വൈജയന്തി. അതല്ല ആൻറ്റി, ആൻറ്റി ഇപ്പം തന്നെ ഇങ്ങനെ ഭയങ്കര ഷൗട്ട് ചെയ്തിട്ടും ഒക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിനകത്ത് ICUവിനകത്ത് കിടക്കുന്നത് ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്, അറ്റാക്ക് വന്നിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സംസാരമൊക്കെ അതിനകത്ത് ഉണ്ടാകുമ്പോൾ അത് ആ വ്യക്തിക്ക് എങ്ങനെ താങ്ങാനായിട്ട് പറ്റും, എങ്ങനെ അതിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റും? അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആൻറ്റിയെ കാണണ്ട എന്ന് അങ്കിൾ തീരുമാനിക്കുന്നത് എന്ന് മനു പറയുമ്പോൾ വൈജ വീണ്ടും ദേഷ്യപ്പെടുകയാണ്. ഞാൻ അതിനൊന്നും ചെയ്തില്ല മനു, ഞാൻ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലില്ലേ, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റെന്താണെന്ന് നമ്മൾക്ക് മാത്രം മനസ്സിലാവത്തില്ല ആൻറ്റി. പക്ഷേ ലോകം മുഴുവൻ തെറ്റുകാരിയാണ് നിങ്ങളെന്ന് ചൂണ്ടിക്കാണിച്ചാലും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നേ നമ്മൾ പറയത്തുള്ളൂ. കാരണം നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ അങ്ങനെ ആയിരിക്കത്തില്ല ശരിക്കും റിയാലിറ്റി എന്ന് പറയണേ. നീ എന്തൊക്കെയാണ് മനു ഇങ്ങനെ വളച്ചൊടിച്ച് പറയുന്നത്? ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നാണോ നീ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല, ഞാൻ അങ്കിളുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് പറഞ്ഞതേ ഉള്ളൂ. അങ്കിളുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കാൻ ആൾക്കാരുണ്ട്, ആ വേലക്കാരി അലീനയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കാൻ ആളുണ്ട്, എൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കാനാണ് ഒരാൾ പോലും ഇല്ലാത്തത് എന്ന് പറയാണ് വൈജയന്തി. അതേസമയം കാണിക്കുന്നത് കൃഷ്ണമോള് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ കൃഷ്ണമോളെ ഇങ്ങനെ നോക്കി ചിരിക്കാൻ ശ്രമിക്കുകയാണ്. കൃഷ്ണമോളാണെങ്കിൽ സങ്കടപ്പെട്ട് കരച്ചിലോട് കരച്ചിലാട്ടോ. എന്തിനാ മോള് കരയുന്നേ, അച്ഛനൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ, എന്നാലും അച്ഛൻ എന്ത് പറ്റിയതാ, അച്ഛൻ എവിടെ പോയതായിരുന്നു 2 ദിവസം, ഞങ്ങൾ എന്തോരം പേടിച്ചു എന്നറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ശരിക്കും നിങ്ങൾ പേടിച്ചോ എന്ന് ചോദിക്കണം. പിന്നെ ഞാൻ പേടിക്കത്തില്ലേ, അച്ഛനെ അറിയത്തില്ലേ എന്നെ എന്ന് ചോദിക്കണം. നിന്നെ എനിക്കറിയാം, നീ പേടിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയാണ് ബാലചന്ദ്രൻ. ഇപ്പോൾ അച്ഛനൊരു കുഴപ്പമൊന്നുമില്ല, അച്ഛൻ റിക്കവറായി വരുന്നുണ്ട്, അലീന ഉണ്ടായത് കൊണ്ടാണ് ശരിക്കും ഞാൻ രക്ഷപ്പെട്ടതെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ, അമ്മ പറയുന്നുണ്ടല്ലോ അലീന ചേച്ചി ഒന്നും ചെയ്തില്ല, അച്ഛൻ വെറും തല ചുറ്റി വീണതാണ്, ഹോസ്പിറ്റലിൽ എല്ലാവരും കൂടെ അച്ഛന് വലിയ അസുഖമാണെന്നും പറഞ്ഞ് ആക്കി തീർത്തതാന്നൊക്കെ പറയുമ്പോൾ, അവൾ അതും പറയും അതിനപ്പുറവും പറയും എന്ന് പറയണം.
അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അച്ഛന് റെസ്റ്റ് എടുക്കണം കേട്ടോ, അച്ഛൻ ഇനി ഒരുപാട് സ്ട്രെയിൻ ചെയ്യൊന്നും വേണ്ട, അച്ഛനെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അലീനെ എന്തേ കൊണ്ടുവരാഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അലീന ചേച്ചിയെ കൂട്ടി വരാനാണ് ഞാൻ വിചാരിച്ചത്, ബബിത എന്തേന്ന് ചോദിക്കുന്നത്. അപ്പോൾ ബബിത ചേച്ചിയോട് ചോദിച്ചപ്പോൾ ഇന്ന് വരുന്നില്ല ചേച്ചി, നാളെ വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓ, അവൾക്ക് സമയവും കാലമൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങോട്ടേക്ക് വരാനും അച്ഛനെ കാണാനായിട്ടൊക്കെ എന്ന് പറയണം. അപ്പോൾ അലീന വന്നിട്ടുണ്ടോ നിൻ്റെ കൂടെ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അച്ഛ, എന്നെ മനുവേട്ടൻ കൂട്ടിക്കൊണ്ട് വരിക ചെയ്തത്, ഞാൻ അലീന ചേച്ചിയെ കൂട്ടിയിട്ട് വരാനാണ് ഇരുന്നത്, അപ്പോൾ അമ്മയോട് ചോദിക്കണമെന്ന് ചേച്ചി പറഞ്ഞു. അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ അലീനയെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരണ്ട എന്ന് അമ്മ പറഞ്ഞു, മനുവേട്ടനെ അയച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മനുവേട്ടൻ്റെ കൂടെയാണ് ഞാൻ വന്നത് എന്ന് പറയണം. ഓ, അലീനയെ ഹോസ്പിറ്റലിലേക്ക് വിലക്കിയേക്കാണോ നിൻ്റെ അമ്മ എന്ന് ചോദിക്കുന്നുണ്ട്. ആ അതെ അച്ഛാ എന്ന് പറയണം. അപ്പം എന്നിട്ട് ബാലചന്ദ്രനോട് കൃഷ്ണമോൾ പറയുന്നുണ്ട്, അച്ഛാ, അമ്മയ്ക്ക് അച്ഛനെ കാണണമെന്നുണ്ടായിരുന്നു, അമ്മ ആകെ വിഷമിച്ചിരിക്കുകയാണ്, അച്ഛനെന്താ അമ്മയെ കാണാൻ കൂട്ടാക്കാത്ത എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ പെട്ടെന്ന് മുഖമൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നെ കാണണമെന്നോ, ഇന്ന് വരാൻ പറ അവളോട്, എന്നെ കാണാൻ വരാൻ പറ അവളോട്, എനിക്ക് 2 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് തൻ്റെ മേല് ഘടിപ്പിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇങ്ങനെ അതൊക്കെ വലിച്ച് പറിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ ആകെ പേടിച്ചു പോകണം, അച്ഛൻ എന്തേ ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റർ വന്നിട്ട് പിടിച്ച് മാറ്റുന്നുണ്ട്, സാർ അടങ്ങി കിടക്ക്, സാർ അനങ്ങാണ്ട് കിടക്ക്, ഇങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശാന്തനാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോളോട് പറയുന്നുണ്ട്, മോള് പുറത്തേക്ക് പോക്കോ, കുഴപ്പമൊന്നുമില്ല. അയ്യോ അച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛന് കുഴപ്പമൊന്നുമില്ല, അച്ഛനെ ഞാൻ നോക്കിക്കോളാം, മോള് പൊക്കോ എന്ന് പറഞ്ഞ് കൃഷ്ണമോളെ പുറത്തേക്ക് പറഞ്ഞേക്കാണ്. അതിനുശേഷം സാർ എന്ത് പണിയായി കാണിക്കുന്നത്, സാറൊന്ന് അനങ്ങാണ്ട് കിടക്ക് സാർ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ പിടിച്ച് കിടത്തുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രനാണെങ്കിൽ വൈജയെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു എന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ വീണ്ടും നിൽക്കുമ്പോൾ, സാറൊന്ന് കൂളാവും സാറൊന്ന് റെഡി ആവട്ടെ, സാർ ഇങ്ങനെ ദേഷ്യം കാണിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് സിസ്റ്റർ ഇങ്ങനെ പറയുന്നുണ്ട്. കൃഷ്ണമോളാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ടാണ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കേട്ടോ. അപ്പോൾ അകത്തേക്ക് പോയപ്പോലെയല്ല കൃഷ്ണമോൾ വരുന്നത് കണ്ടപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി കൃഷ്ണമോളെന്ന് ചോദിക്കുമ്പോൾ അവിടെ അച്ഛനാകെ ദേഷ്യം വന്നിരിക്കുകയാണ്, അച്ഛൻ എന്താ പറഞ്ഞത് നിന്നോട് എന്ന് ചോദിക്കുകയാണ്. എന്നോട് പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല, ബബിത ചേച്ചിയെ ചോദിച്ചു, രോഹിത്തേട്ടനെയും ചോദിച്ചു, അതുപോലെ അലീന ചേച്ചിയും ചോദിച്ചു എന്നൊക്കെ പറയണം. ഓ, അവളെയും ചോദിച്ചോ നിൻ്റെ അച്ഛൻ എന്ന് ചോദിക്കുകയാണ്. അവളെയും ചോദിച്ചിട്ടുണ്ടാവും, എന്നെ മാത്രം ചോദിച്ചിട്ടുണ്ടാവത്തില്ല അല്ലേ എന്ന് പറയുമ്പോൾ, അച്ഛൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, ഞാൻ പിന്നെ അച്ഛനോട് പറഞ്ഞു അമ്മയ്ക്ക് അച്ഛനെ കാണണമെന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പിന്നെ അവിടെ വയലൻ്റായി എന്ന് പറയാണ്. അത് കേട്ടപ്പോൾ മനു വൈജയന്തി ഇങ്ങനെ നോക്കുന്നുണ്ട്. വൈജയന്തി ആണെങ്കിൽ ആകെ എന്തൊക്കെയോ ഒരു ഇതിലിരിക്കുകയാണ്. ഞാൻ കാണണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ വയലൻ്റ് ആയിന്നോ, ബാലചന്ദ്രൻ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് മനു, എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ, തൽക്കാലം അമ്മ അകത്തേക്ക് കയറാൻ നിൽക്കണ്ട, അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി എന്ന് കൃഷ്ണയും പറയാണ്. അച്ഛനെ ജീവനോടെ തിരിച്ച് കിട്ടിയതിനെ വലിയ കാര്യം, അമ്മയല്ലേ പറഞ്ഞത് അച്ഛന് ചെറിയൊരു തലകറക്കം വന്നതാണെന്ന്, അങ്ങനെയൊന്നുമല്ല ശരിക്കും, മലീന ചേച്ചി ഇല്ലായിരുന്നെങ്കിലേ അച്ഛൻ ശരിക്കും ജീവനോടെ ഇരിക്കത്തില്ലായിരുന്നു, അമ്മ എന്നിട്ടും മലീന ചേച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കല് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതേസമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗാധരനും മാലതിയും കൂടെ വരുന്നതാട്ടോ. അപ്പോൾ അവർ ഇങ്ങോട്ട് ബാലചന്ദ്രനെ കാണാനായിട്ട് വരികയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ വൈജയന്തി വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വരികയാണ്. അപ്പോൾ വരുന്ന സമയത്ത് ഒരു വഴിയിൽ വണ്ടി നിർത്തി വെള്ളമൊക്കെ കുടിക്കാനും മുഖം കഴുകാനൊക്കെ വണ്ടി നിർത്തിയ സമയത്ത് ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കാം ബാലചന്ദ്രൻ സംഭവിച്ചത് എന്നുള്ളതൊക്കെ ആകാംക്ഷയിലാണ്. അപ്പോൾ മാലതി ചോദിക്കുന്നുണ്ട്, ഗംഗേട്ട നമ്മൾ ആദ്യം എങ്ങോട്ടേക്കാണ് പോകുന്നത്, കൊല്ലപ്പള്ളിയിലേക്കാണോ ഹോസ്പിറ്റലിലേക്കാണോ എന്ന് ചോദിക്കുമ്പോൾ, കൊല്ലപ്പള്ളിയിലേക്ക് പോകേണ്ട കാര്യം നമുക്ക് നോക്കാം, ആദ്യം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ എന്തായാലും പോകാൻ പറ്റത്തില്ല, കാരണം ബാലചന്ദ്രൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല, അയാൾ എങ്ങനെ പ്രതികരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി എന്ന് പറയണം. എന്നാൽ നമുക്ക് ആദ്യം ഇവിടെ വൈജയുടെ അടുത്തേക്ക് പോയാലോ എന്ന് ചോദിക്കണം. അതാണ് ഞാനും ആലോചിക്കുന്നത്. അപ്പോൾ മാലതി പറയുന്നുണ്ട്, ആദ്യം വൈജയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്ത് കാര്യങ്ങൾ, ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞു എന്നുള്ള കാര്യങ്ങളോ? അതല്ല, അത് തൽക്കാലം ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ഞാൻ ഉദ്ദേശിച്ചത് വൈജയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. എന്താണ്, എങ്ങനെ പെരുമാറണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, ബാലചന്ദ്രനെ ഒന്ന് മയപ്പെടുത്തി എടുക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. ആദ്യം അവരുടെ കുറച്ച് കാര്യങ്ങൾ കേൾക്കുകയൊക്കെ വേണം, അതിനുശേഷം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നേരെ കടപ്പാട്ടൂരിലേക്ക് പോകാം അല്ലേ എന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ, അതേ ഗംഗേട്ട നമുക്ക് കടപ്പാട്ടൂരിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ വണ്ടിയിൽ കയറിയിട്ട് വീണ്ടും യാത്ര തുടരുക കേട്ടോ.
അതേസമയം കാണിക്കുന്നത് ബബിതയാണ്. ബബിതയാണെങ്കിൽ ഏത് സമയം അമലിനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അന്ന് കോളേജിലും പോയില്ല, ക്ലാസ് കട്ടാക്കിയിരിക്കണം. ഇപ്പോൾ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ, അച്ഛനും ഇല്ല അമ്മയില്ല, പിന്നെ ഉള്ളത് അലീനയല്ല. അലീനയോട് ഭയങ്കര ഉടക്കി നിന്നാൽ മതിയല്ലോ. അങ്ങനെ ബബിത അമലിനെ ഫോൺ ചെയ്തിട്ട് വീട്ടിലേക്ക് വരുത്തിയേക്കാണ്, കാണാനെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടോ. അങ്ങനെ അമൽ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ബബിത വേഗം വന്ന് ഡോറൊക്കെ തുറക്കുക കേട്ടോ. അപ്പോൾ അവർ ഫോൺ ചെയ്ത് പ്ലാൻ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അലീന അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അലീന ചോദിക്കുന്നുണ്ട് ഇത് ആരാന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ടാണ് എന്ന് പറയട്ടോ. അപ്പം എന്താ ഈ സമയത്ത് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ എന്നെ കാണാനായിട്ട് വന്നതാണ്, നിങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീനയോട് പറയുന്നുണ്ട് കുടിക്കാൻ എന്തെങ്കിലും വേണം, നീ എന്തെങ്കിലും കുടിക്കാൻ എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് അലീനയെ പറഞ്ഞേക്കണം. അപ്പോൾ ബബിതയും അമലും കൂടെ അവിടെ സെറ്റിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അലീന പെട്ടെന്ന് വന്ന് നോക്കുന്ന സമയത്ത് ഇവർ ഭയങ്കര ക്ലോസ് ആയിട്ട് ഇരുന്നിട്ട് തോളയിലൊക്കെ കൈയിട്ടുകൊണ്ട് ഇരുന്നിട്ടൊക്കെയാണ് സംസാരിക്കുകയും അത്രയും ഒരു അത് അലീനയ്ക്ക് എന്തോ പന്തികേട് തോന്നുകയാണ്. ഇതിവിടെ അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ അലീനയ്ക്ക് മനസ്സിലാവുകയാണ്. അലീന അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ടാണോ ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിലിരുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ നിൻ്റെ കാര്യം നോക്ക്, എൻ്റെ കാര്യം നോക്കാൻ വരണ്ട, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്ന് പറയുമ്പോൾ അലീന വീണ്ടും ദേഷ്യപ്പെടുകയാണ്. നിൻ്റെ കാര്യം നോക്കാൻ നിനക്ക് അറിയത്തില്ല ബബിത, അതുകൊണ്ടാണ് നിൻ്റെ കാര്യം നോക്കുന്നത്. ഇവിടെ അച്ഛനും അമ്മയും ഇല്ലാത്ത സമയം സുഹൃത്തിനെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റി കാണാം, നീയും രോഹിത്തിൻ്റെ പാത പിന്തുടർന്നാണോ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ട് എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വന്നതിന് നിനക്കെന്താ കാര്യം, നീ നിൻ്റെ ജോലി നോക്കിയാൽ പോലെ, നീ ഇവിടുത്തെ വെറും സെർവൻ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ വെറും സെർവൻ്റ് തന്നെയാണ്, പക്ഷേ ഇവിടെ ഇപ്പം നിൻ്റെ അച്ഛനില്ല നിൻ്റെ അമ്മയില്ല, അപ്പോൾ ഈ വീടിൻ്റെ ഉത്തരവാദിത്തം എനിക്കുണ്ട്, എന്നെ ഏൽപ്പിച്ചിട്ടാണ് അവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്, അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വകവെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. ഫ്രണ്ട് നിന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ കണ്ട് എന്തിനാ വന്നു വെച്ചാൽ ആവശ്യം കഴിഞ്ഞ് പെട്ടെന്ന് പൊക്കോളണം, അല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരുമാതിരി കോപ്രായങ്ങൾ കാണിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അലീന ദേഷ്യപ്പെടുമ്പോൾ അമൽ ചോദിക്കുന്നുണ്ട് ഏതാ ഇവള്, ആരാ ഇത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടുത്തെ സെർവൻ്റാണ് അമൽ, പക്ഷേ ഇവളുടെ ഭാവം കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ മൂത്ത മകളാണ് എന്നുള്ളൊരു ഭാവമാണ് ഇവൾക്ക്, ഞങ്ങളെ കയറി ഭരിക്കാനൊക്കെ വരുന്നത് എന്ന് പറയുമ്പോൾ അമൽ ഓ അങ്ങനെയാണോ, എന്നാൽ ഇവളെ എനിക്കൊന്ന് കൈകാര്യം ചെയ്യാം, എനിക്കൊന്ന് പരിചയപ്പെടണമല്ലോ എന്ന് പറഞ്ഞിട്ട് അമൽ എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമൽ എഴുന്നേറ്റ് വന്നിട്ട് എന്താടി നിനക്ക് വേണ്ടത്, നിൻ്റെ കുഴപ്പം എന്താണ്, നിൻ്റെ കഴപ്പ് എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ മൈൻഡ് യുവർ വേർഡ്സ്, നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം, നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിനക്കറിയത്തില്ല, എൻ്റെ അടുത്ത് അവളോട് സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറയണം. ഓ നിൻ്റെ സ്വഭാവം മാറൂലേ, നിന്നെ ആരെങ്കിലും ഒന്ന് തൊടാൻ വന്നു കഴിഞ്ഞാൽ നീ ഭയങ്കര പ്രശ്നക്കാരിയാവുമല്ലോ, എന്നോട് കാര്യങ്ങളൊക്കെ ബബിത പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. എന്ത് പറഞ്ഞിട്ടുണ്ട് നിന്നോട് കാര്യങ്ങൾ, ഇവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ എനിക്കറിയാം, നിന്നെ അങ്ങനെ ആരെങ്കിലും തൊടാൻ വന്നാൽ നീ അപ്പോഴേക്ക് എടുത്ത് കത്തിയെടുത്ത് കുത്തിയിറക്കൂടി, എന്നാൽ ഞാനൊന്ന് നിന്നെ തൊട്ടോക്കട്ടെ, എന്താ സംഭവിക്കാൻ പോണതെന്ന് അറിയാലോ എന്ന് പറയുമ്പോൾ ഒരൊറ്റ അടി കൊടുക്കുകയാണ് അമലിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അലീനട്ടാ, എൻ്റെ അടുത്തോട്ടെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അമൽ അവളെ തൊടാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്ന സമയത്താണ് അവളുടെ കയ്യിൽ ഷോൾഡറിൽ കൈ വെക്കുന്ന സമയത്താണ് അലീന ഒരൊറ്റ അടി കൊടുക്കുന്നത്. അലീന എന്ന് വിളിച്ചുകൊണ്ട് ബബിത ഓടി വരുന്നുണ്ട് കേട്ടോ. അവൻ ചെയ്തത് എന്താ നീ കണ്ടില്ലേ, എൻ്റെ മേലെ എൻ്റെ ശരീരത്തിൽ കൈവെക്കാൻ അവൻ്റെ അടുത്ത് ആര് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വഴക്കിട്ടണം ബബിതയോടും അമലിനോട് അപ്പം തന്നെ ഇറങ്ങി പോകാൻ പറയണം അലീന, ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്, ഇപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളണം എന്ന് പറയുമ്പോൾ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് അമൽ പെട്ടെന്ന് ഇറങ്ങി പോവാട്ടോ. ബബിതയാണെങ്കിൽ പുറകെ ചെല്ലുന്നുണ്ട്. അമൽ നിൽക്ക് പറയട്ടെ എന്ന് പറയുമ്പോൾ ഒന്നും കേൾക്കാൻ നിൽക്കാതെ അമൽ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. അവളെ ഞാൻ എടുത്തോളാം എന്ന് മാത്രം പറഞ്ഞിട്ട് അമൽ പോവുകയാണ്. അതേസമയം അലീന പെട്ടെന്ന് അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായിട്ട് നിൻ്റെ പ്രശ്നം, എനിക്ക് എന്തിൻ്റെ സൂക്കേടാന്ന് ചോദിക്കുമ്പോൾ അലീന പെട്ടെന്ന് മുത്തശ്ശിയുടെ റൂമിലേക്ക് കണ്ടിട്ട് പോകുക കേട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്ന സമയത്ത് അപ്പോൾ അതിന് മുന്നേ തന്നെ ബബിത ചോദിക്കുന്നുണ്ട് ഇപ്പം നിൻ്റെ കഴപ്പൊക്കെ തീർന്നോ, നിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ എന്ന് അലീനയോട് വഴക്കിട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് നീ എന്താ ചെയ്യുന്നതെന്ന് നിനക്കറിയത്തില്ല, ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, നിൻ്റെ പോക്ക് തെറ്റാണ്, അവനെ കണ്ടിട്ട് അത്രക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല, അവൻ ആകെ ആൾ പിശകായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറയുമ്പോൾ ഓ നീ ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെ ആളുകളെ കാണുമ്പോഴേക്ക് മനസ്സിലാക്കാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബബിത പരിഹസിക്കുക കേട്ടോ. എൻ്റെ അടുത്ത് കൂടുതൽ സംസാരിക്കാനായിട്ട് വരണ്ട, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം എന്ന് പറയുമ്പോൾ എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, ഈ കാര്യം നിൻ്റെ അച്ഛനെയും അമ്മയും വിളിച്ച് പറയാം എന്തേന്ന് ചോദിക്കുമ്പം അവളൊന്ന് പതറിപ്പോകുന്നുണ്ട് കേട്ടോ. മെയിലിൽ എൻ്റെ
കാര്യത്തിൽ എന്തെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബബിത അവിടെ നിന്ന് പോവുകയാണ്. അലീന വന്നിട്ട് മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കുക, ഞാൻ ചോദിക്കാം എന്ന് പറയുമ്പോൾ ബബിതയെ വിളിക്കുകയാണ് അലീന. മുത്തശ്ശി വിളിക്കുന്നു എന്നും പറഞ്ഞിട്ട് അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് വരുമ്പോൾ നീ എന്താ ബബിത ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ആരാ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശിയോട് ബബിത തർക്കിക്കുകയാണ്. മുത്തശ്ശിയുടെ കാര്യം നോക്കി കിടന്നാൽ മതി, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, എൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാനൊന്നും ആരും വരണ്ട എന്നൊക്കെ പറയാണ് ബബിത. നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇത് ശരിയായ രീതിയിലല്ല പോക്ക് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കാര്യങ്ങൾ എനിക്കറിയാൻ തീരുമാനിക്കാൻ മുത്തശ്ശിയും ആരും എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് അലീനയെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് അമ്മയുടെ വഴിയെ തന്നെയാണെന്ന് തോന്നുന്നു മോളും പോകുന്നത് എന്നിങ്ങനെ പറയട്ടോ. ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് അലീന മുത്തശ്ശി എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, ഒന്നുമില്ല എന്ന് പറയണം. അല്ല മുത്തശ്ശി എന്തോ പറഞ്ഞല്ലോ, അമ്മയുടെ വഴിയാണ് മോളും പോകുന്നത് എന്ന്, അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, അമ്മയുടെ മോള് തന്നെ, അവളുടെ അതേ ദേഷ്യവും വാശിയും ഒക്കെ കണ്ടില്ലേ, വൈജയും ഇങ്ങനെയായിരുന്നു, ഭയങ്കര വാശിയും ദേഷ്യവും ഒക്കെ ആയിരുന്നു എന്ന് പറയണം. അതല്ലല്ലോ മുത്തശ്ശി ഉദ്ദേശിച്ചത്, വേറെന്തോ കാര്യമുണ്ടല്ലോ, അമ്മയുടെ വഴിയെ തന്നെയാണ് മോളും പോകുന്നത് എന്ന് പറയുമ്പോൾ അതിൽ വേറെന്തോ ഉണ്ടല്ലോ എന്ന് പറയണം. വേറൊന്നുമില്ല, ഞാൻ അത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് മുത്തശ്ശി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ തന്നെയാണ്. കൃഷ്ണമോളും വൈജയും അതുപോലെ മനുവും കൂടെ അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ബാലചന്ദ്രന് ഇപ്പോൾ ഇത്തിരി പ്രോബ്ലം ആയി, ഇങ്ങനെ അപ്പോൾ ഇനി ഒരുപാട് വിസിറ്റേഴ്സിനൊന്നും അനുവദിക്കുന്നില്ല എന്ന് വെച്ചു, തൽക്കാലം ഇനി ആരും കാണാനായിട്ട് നിൽക്കണ്ട എന്ന് പറയണം. അപ്പം അങ്ങനെ ഡോക്ടർ പോകുന്ന സമയത്ത് വൈജ പറയുന്നുണ്ട് മനു എന്നാൽ നീ കൃഷ്ണമോളെ വീട്ടിലേക്ക് കൊണ്ടാക്കിയേക്ക് എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല ആൻറ്റി, ഞാനിവിടെ നിന്നോളാം, ആൻറ്റിയും കൃഷ്ണമോളും കൂടെ വീട്ടിലേക്ക് പൊക്കോ എന്ന് പറയണം. നീ ഇവിടെ നിൽക്കാനോ, അപ്പം ഞാനിവിടെ നിന്നോളാം എന്ന് പറയുമ്പോൾ വേണ്ട ആൻറ്റി, ഞാനിവിടെ നിന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആൻറ്റി പൊക്കോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണയും വൈജയും കൂടെ പറഞ്ഞയക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗാധരനും മാലതിയും കൂടെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് എത്തുന്ന കേട്ടോ. കടപ്പാട്ടൂരിൽ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ അലീനയാണ് വന്ന് ഡോറ് തുറക്കുന്നത്. അലീനയെ കണ്ടതും ഇവരാകെ അതിശയിച്ച് പോവുകയാണ്. ആരാണ് എന്ന് മനസ്സിലാവാതെ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, മാലതി ചോദിക്കുന്നുണ്ട് നീ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അലീന എന്ന് പറയട്ടോ. അല്ല ഇവിടെ ഞാൻ മുത്തശ്ശിയെ നോക്കാൻ വന്ന ഹോം നേഴ്സാണെന്ന് പറയണം. അപ്പോഴാണ് അവർക്കൊരു സമാധാനമാവുന്നത് കേട്ടോ. അപ്പോൾ ആരാ എന്താണെന്നൊന്നും അറിയാതെ, അപ്പോൾ ഇവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇവിടെ ഇങ്ങനെ ഒരു ജോലിക്കാരിയുള്ള കാര്യം. ജോലിക്കാരി ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ അകത്തേക്ക് കയറുന്ന സമയത്ത് എന്നിട്ട് അമ്മ എവിടെയും ചോദിക്കുമ്പോൾ അമ്മ ഇവിടെ ഉണ്ടെന്ന് പറയണം. അങ്ങനെ ഗംഗാധരനും മാലതിയും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് മുത്തശ്ശിയുടെ അടുത്തേക്ക്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഭയങ്കര സംശയത്തോട് കൂടിയിട്ട് അലീനയെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു ബന്ധികേട്, സംതിങ് റോങ് ആയിട്ട് തോന്നുകയാണ് മാലതിക്കും ഗംഗാധരനും. അങ്ങനെ അവരുടെ അമ്മയുടെ അടുത്തെത്തുമ്പോൾ അമ്മയെന്ന് വിളിച്ച് ചെല്ലുമ്പോൾ ഗംഗാധരൻ നീ വന്നോ എന്ന് ചോദിക്കുകയാണ്. മാലതി എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാനുണ്ട് അമ്മ എന്ന് പറഞ്ഞിട്ട് മാലതി അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞോ, ഇവിടുത്തെ വലിയ വിശേഷം അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അറിഞ്ഞു അമ്മേ, വൈജ വിളിച്ചിട്ടുണ്ടായിരുന്നു, വൈജ പറഞ്ഞു എല്ലാ കാര്യങ്ങളും. ബാലചന്ദ്രൻ ഇത് എന്താ പറ്റിയത് അമ്മയും ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല മോനെ, അവൻ എന്താ പറ്റിയത് എന്ന്. ഈ കൊച്ചില്ലായിരുന്നു എങ്കിൽ അവൻ ഇന്ന് ജീവനോടെ കാണത്തില്ലായിരുന്നു എന്ന് പറയണം. അതേതാ കൊച്ചമ്മയെന്ന് ചോദിക്കുമ്പം അത് എന്നെ നോക്കാൻ വന്ന ഹോം നേഴ്സാണ്, പക്ഷേ ഹോം നേഴ്സാണെന്ന് പറഞ്ഞു വന്നെങ്കിലും ഇവിടെ എല്ലാ ജോലിയും അവളാണ് ചെയ്യുന്നത്, വൈജയ്ക്കാണെങ്കിൽ അവളെ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ എന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അവൾ എവിടുന്ന അമ്മ വരുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ തിരുവനന്തപുരത്ത് ഒരു ഓർഫനേജിലായിരുന്നു, നിൻ്റെ അച്ഛൻ പോയി കൊണ്ടുവന്നതാണ് എന്നെ നോക്കാനായിട്ട് എന്ന് മുത്തശ്ശി പറയുമ്പോൾ ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് മാലതിയും ഗംഗാധരനും. അങ്ങനെ അപ്പോൾ അലീനയെ ചുറ്റിപ്പറ്റി കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കുന്നത്. ചില സീനുകളൊക്കെ മിക്കവാറും ഒഴിവാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. കുറച്ചൊക്കെ നമ്മൾ ഇമാജിനേഷൻ കൂട്ടിയിട്ടാണ് പറയുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ ഭാഗങ്ങൾ കട്ടാവാനും ആഡ് ആവാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നീട് നെക്സ്റ്റ് നമ്മുടെ രേവതിക്കുട്ടിയും ഗ്രേസമ്മയും മാമച്ചായനൊക്കെ അലീനയെല്ലാം ബാലചന്ദ്രനെ കാണാൻ വരുന്ന ഒരു എപ്പിസോഡൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോറിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.